ജെഎസ്എസ് വിട്ട കെ ഷാജു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. ഡിസിസി കഴിഞ്ഞ ദിവസം കെപിസിസിക്ക് നൽകിയ പട്ടികയിൽ ഷാജുവിന്റെ പേരും ഇടം പിടിച്ചിട്ടുണ്ട്. ഷാജു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് മീഡിയ വൺ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. SNDP രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നിയമപരമായ കാര്യങ്ങൾ രാജൻ ബാബു ഏറ്റെടുത്ത സമയം മുതൽ കെ ഷാജു പാർട്ടിയുമായി അകന്നിരുന്നു. ഇതിനുശേഷം കോൺഗ്രസുമായി അടുപ്പം പുലർത്തി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു. ഇതിന് കെപിസിസി നേതൃത്വത്തിന്റെ പിന്തുണയും ലഭിച്ചിരുന്നു. കോൺഗ്രസുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഷാജു രാജിവെച്ചത്. പത്തനംതിട്ട ജില്ലയിലെ അടൂരോ ആലപ്പുഴയിലെ മാവേലിക്കരയോ ആണ് ഷാജുവിന് മത്സരിക്കാൻ താൽപര്യം. ഇതിൽ മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് ഷാജു ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ശ്രീ കെ ഷാജു നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് പൊതു അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ ഒരു ഘടകകക്ഷി സ്ഥാനാർത്ഥിയായിട്ടോ വരുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ നല്ലതാണ് എന്നുള്ള അഭിപ്രായം പാർട്ടിയിൽ നമ്മുടെ നേതൃസ്ഥാനത്തുള്ളവർ. കെ ഷാജു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതോടെ ജില്ലയിൽ കോൺഗ്രസിന് മത്സരിക്കാൻ ഒരു സീറ്റ് കൂടി അധികം ലഭിക്കുകയാണ്. കഴിഞ്ഞ തവണ മാവേലിക്കരയിൽ ജെഎസ്എസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ഷാജു CPMലെ ആർ രാജേഷിനോട് പരാജയപ്പെട്ടിരുന്നു. യു ഷൈജു, മീഡിയ വൺ, ആലപ്പുഴ.